ക്രിസ്മസ് അവധിക്കാലം ആരംഭിച്ചിട്ടും ദിലീപ് ചിത്രത്തിന് പ്രേക്ഷകർക്കിടയിൽ ഡിമാൻഡില്ല. മോഹൻലാൽ ഫാക്ടറും രക്ഷിച്ചില്ല എന്നാണ് കണക്കുകൂട്ടൽ. ദിലീപ് ചിത്രം ബബ്ബബ്ബ ക്രിസ്മസ് അവധിക്കാലവും ന്യൂ ഇയറും ആഘോഷിക്കാൻ എത്തിയതാണ്. പക്ഷെ വിചാരിച്ച പോലെ ചിത്രം അങ്ങ് കളറായില്ല. തമാശയാകുന്ന തട്ടിക്കൊണ്ടുപോകൽ രീതിയും ക്രൂരമായ റേപ്പ് ജോക്കും ബബ്ബബ്ബയിൽ തുടരുന്ന ഒരു വെള്ളപൂശലും പേഴ്സണൽ അറ്റാക്കുമെല്ലാം ഈ ചിത്രത്തിൽ ഉടനീളമുണ്ട്. പക്ഷേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പലപ്പോഴും തോന്നിപ്പോകും. ദിലീപിന് ഇത് വെറും സിനിമയല്ല, മാറുന്ന മലയാള സിനിമയിൽ തന്റെ ഇടം ഉറപ്പിക്കാനുള്ള നടന്റെ ശ്രമം കൂടിയായിരുന്നു ഈ ചിത്രം. മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസർ തുടങ്ങിയ താരനിരയുമെല്ലാം അണിനിരന്നു. ബ്രില്യൻസ് കുറവ്, മാഡ്നസ് മുന്നിൽ, കഥ, തിരക്കഥ, ബ്രില്യൻസ്, ലോജിക്ക്, അങ്ങനെ സിനിമയുടെ മികവിന്റെ മാനദണ്ഡങ്ങൾ മാറ്റിവെച്ചാൽ ഒരു മുഴുനീള എന്റർടൈനർ കൂടിയാണ് ഈ ചിത്രം. ദിലീപിന്റെ സിനിമ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ മട്ടിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ പോക്ക്. മോഹൻലാലിന്റെ സാന്നിധ്യം കൊണ്ടും ചിത്രത്തെ സാമ്പത്തികമായി രക്ഷിച്ചെടുക്കാൻ സാധിച്ചില്ലെന്നാണ് കണക്കുകൂട്ടൽ. ദിലീപിനൊപ്പം മോഹൻലാലിന്റെയും സാന്നിധ്യം പ്രേക്ഷകരെ ബബ്ബബ്ബയിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു. ആദ്യ ദിനത്തെ അതേ ഗ്രാഫിലായിരുന്നു കളക്ഷനെങ്കിൽ ചിത്രം വേറെ ലെവൽ, അതായത് സൂപ്പർ ഹിറ്റായേനെ. എന്നാൽ ഇതിനിടെ കുറേയധികം റിവ്യൂകൾ വന്നു, സമ്മിശ്ര പ്രതികരണങ്ങളും ഉയർന്നു. മോഹൻലാൽ ഫാക്ടിനെ ചെറിയ തോതെങ്കിലും ഇത് ബാധിച്ചെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടുകൾ പ്രകാരം 40 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ്. വരും ദിവസങ്ങളിൽ മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ ചിത്രത്തിന് സാധിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. ഹിറ്റാണെങ്കിൽ 60 കോടി രൂപയോളം കളക്ഷൻ സിനിമ തൂക്കണം. അതിന് സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിലേ മനസ്സിലാവൂ. കരിയറിൽ ഒരു ഹിറ്റ് ദിലീപിന് അനിവാര്യമാണ്. കാരണം വർഷങ്ങളായി താരത്തിന് ഒരു സൂപ്പർ ഹിറ്റില്ല. തൊട്ടുമുമ്പിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ഭേദപ്പെട്ട വിജയം മാത്രമാണ് സ്വന്തമാക്കിയത്. തൊട്ടു പിന്നാലെ ഇറങ്ങിയ ബബ്ബബ്ബ പ്രഖ്യാപിച്ചപ്പോൾ പഴയ ഗ്രാഫിലേക്ക് ദിലീപിന്റെ കരിയർ വരാനുള്ള സാധ്യത പ്രേക്ഷകർ കണ്ടു. ആരാധകരും ആവേശത്തിൽ ആഘോഷിച്ചു. പക്ഷേ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഗോകുലം മൂവീസാണ് ചിത്രം നിർമ്മിച്ചത്. നേരത്തെ കമാരസംഭവം എന്ന സിനിമയ്ക്കാണ് ദിലീപും ഗോകുലം മൂവീസും കൈകോർത്തത്. ഈ ചിത്രം പരാജയമായിരുന്നു. ക്രിസ്മസ് അവധിക്കാലം ആരംഭിച്ചിട്ടും ചിത്രത്തിന് രക്ഷയില്ല എന്നാണ് മനസ്സിലാകുന്നത്. കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഡിമാൻഡില്ല. റിലീസ് ചെയ്ത് 6ാം ദിനമായ കഴിഞ്ഞ ദിവസവും 1.15 കോടിയാണ് ചിത്രത്തിന്റെ ഇന്ത്യ നെറ്റ് കളക്ഷനായി പറയുന്നത്. തിങ്കളാഴ്ചയും 1 കോടിക്ക് മുകളിൽ മാത്രമാണ് കളക്ഷൻ. ഇതോടെ ആകെ ഇന്ത്യ നെറ്റ് കളക്ഷൻ 18 കോടിക്ക് മുകളിലാണെന്നും വിലയിരുത്തലുണ്ട്. റിലീസ് ദിനത്തിൽ 7 കോടി കളക്ട് ചെയ്ത് ചിത്രം ഞെട്ടിച്ചിരുന്നു. ദിലീപിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ കൂടിയാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. 2ാം ദിനം 7 കോടിക്കടുത്ത് കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അങ്ങനെയല്ല സംഭവം. അവധി ദിനങ്ങളായിട്ടും റിലീസിന് ശേഷമുള്ള ആദ്യ ശനി, ഞായർ ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ അത്ര വലിയ നേട്ടം കൊയ്യാൻ ഈ ചിത്രത്തിന് സാധിച്ചില്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ഏകദേശം 4 കോടിക്ക് മുകളിലാണ് ലഭിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.